89 സങ്കീർത്തനം അതിൻ്റെ 15 തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഉത്സവാഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവെ, അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്താൽ നടക്കുന്നു. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം പറയാണ്, ആ വ്യക്തികളെ ഞാൻ നയിക്കുന്നത് എൻ്റെ മുഖത്തിൻ്റെ പ്രകാശത്താൽ. ഒരു ബുദ്ധിയല്ല, കഴിവല്ല, അറിവല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ദൈവം ആരാധനയുടെ മനുഷ്യരെ നയിക്കുമെന്ന് വിശുദ്ധ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ സമയങ്ങളിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കുകയാണ്. ഈ സെക്ഷനിൽ നമ്മളെ സഹായിക്കുന്നത് ശാലോം ശുശ്രൂഷകനായ മനോജ് തോമസ് ആണ്. അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 27, 28 അധ്യായങ്ങളിൽ പൂർവ്വപിതാവായ യാക്കോബിനെ കുറിച്ചാണ് നാം വായിക്കുന്നത്. യാക്കോബ് തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഏസാവിനെ പറ്റിച്ച് കടിഞ്ഞൂൽ പുത്രസ്ഥാനം കൈവശപ്പെടുത്തി. ഈ വിവരമറിഞ്ഞ ഏസാവ് യാക്കോബിനെ വധിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്നുള്ള വിവരമറിഞ്ഞപ്പോൾ യാക്കോബ് ആ ദേശം വിട്ട് ഹാരാനിലേക്ക് ഓടിപ്പോകുകയാണ്. ഹാരാനിലേക്ക് ഓടിപ്പോകുന്ന യാക്കോബ് വളരെയേറെ കുറ്റബോധത്തിന് അടിമയായിരുന്നു. ഊരി പിടിച്ച വാളുമായി തൻ്റെ സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ തൻ്റെ പിന്നാലെ തന്നെ കൊല്ലുവാനായി കടന്നു വരുന്നുണ്ടെന്നുള്ള ചിന്ത അവനെ ഭയപ്പെടുത്തി. അതോടൊപ്പം തന്നെ തൻ്റെ ജ്യേഷ്ഠ സഹോദരനെ വഞ്ചിച്ച് കടിഞ്ഞൂൽ പുത്രസ്ഥാനം കൈവശപ്പെടുത്തി എന്നുള്ള ചിന്തയും അവനെ ഒത്തിരിയേറെ നൈരാശ്യപ്പെടുത്തി. അങ്ങനെ തളർന്ന് ആകെ തകർന്ന് അവൻ ആ വഴിയിൽ, ഹാരാനിലേക്കുള്ള വഴിയിൽ തളർന്ന് കിടന്നുറങ്ങുകയാണ്. ആ വഴിയരികിൽ കണ്ട ഒരു കല്ല് തലയണയാക്കി വെച്ചുകൊണ്ട് അവൻ തകർന്ന് കിടന്നുറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ രാത്രിയിൽ ആ വഴിയരികിൽ കിടന്ന ഒരു കല്ല് തലയണയാക്കി വെച്ചുകൊണ്ട് ആകെ തകർന്ന് തളർന്ന് കിടന്നുറങ്ങുന്ന യാക്കോബ് ആ രാത്രിയിൽ മനോഹരമായൊരു ദർശനം കാണുകയാണ്. ഇതാ, തനിക്ക് മുകളിൽ സ്വർഗവാതിൽ തുറന്നിരിക്കുന്നു. ആ സ്വർഗവാതിലിലൂടെ ഒരു ഗോവണി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ആ ഗോവണിയിലൂടെ മാലാഖമാർ കയറിയും ഇറങ്ങിയും കൊണ്ടിരിക്കുന്നു. ആ ഗോവണിക്ക് മുമ്പിൽ സർവശക്തനായ ദൈവം അവനെ അനുഗ്രഹിക്കുവാനായി കാത്തിരിക്കുന്നു. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യാക്കോബിന് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം തൻ്റെ സഹോദരനെ വഞ്ചിച്ചെടുത്ത കടിഞ്ഞൂൽ പുത്രസ്ഥാനം അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം അവനെ ശിക്ഷിക്കുവാനായി കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും ഓടിയൊളിക്കുവാനായി വെമ്പൽ കൊണ്ടിരുന്ന യാക്കോബിന് ദൈവം നൽകിയ മനോഹര ദർശനം വിശ്വസിക്കുവാൻ സാധിച്ചില്ല. കാരണം അവനെപ്പോഴും കരുതിയിരുന്നത് ദൈവം തന്നെ ശിക്ഷിക്കുവാനായി കടന്നു വരുമെന്നുള്ള കാഴ്ചയാണ്. പ്രിയപ്പെട്ടവരെ, ആ രാത്രിയിൽ ആകെ തളർന്ന് തകർന്നു കിടന്ന യാക്കോബ് ഒരു പുതുജീവൻ പ്രാപിക്കുകയാണ്. ദൈവം നൽകിയ മനോഹരമായ ദർശനത്തിലൂടെ അവനൊരു പുതുജീവൻ പ്രാപിക്കുകയാണ്. ദൈവം അവനെ ശകാരിച്ചില്ല, ദൈവം അവനെ കുറ്റപ്പെടുത്തിയില്ല. അവൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ഒരു തെറ്റിനെ പോലും സൂചിപ്പിക്കുക പോലും ചെയ്തില്ല. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറിച്ച് അവന് പൂർണ്ണതയുടെ 7 മനോഹര ദർശനങ്ങൾ, അനുഗ്രഹത്തിന്റെ ദർശനങ്ങൾ ദൈവം അവന് പങ്കുവെച്ച് നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ദൈവം, ഇതാണ് നമ്മുടെ ദൈവം. പരാജിതന്റെ താഴ്വരയിലേക്ക് കടന്നു വരുന്ന ദൈവം, ദുഃഖഭാരത്താൽ തളർന്നുറങ്ങുന്നവന് തലയ്ക്ക് മുകളിൽ സ്വർഗവാതിൽ തുറന്നു കൊടുക്കുന്ന ദൈവം, പേടിച്ചോടി ഒളിക്കുന്നവന്റെ കരം പിടിച്ച് അവനെ അനുഗ്രഹിക്കുന്ന ദൈവം, ആ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ പൂർവ്വപിതാവായ യാക്കോബ് നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു എന്ന് കരുതുന്നിടത്താണ് ദൈവം ആരംഭിക്കുന്നത്. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ഒരു നരക കവാടത്തെ സ്വർഗവാതിലാക്കി ഉയർത്താനായിട്ട് സാധിക്കും. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നഷ്ടബോധത്തിന്റെ പരാജയത്തിന്റെ താഴ്വരയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിൽ ഓർമ്മിക്കുക, പൂർവ്വപിതാവായി യാക്കോബിന് എപ്രകാരമാണോ പൂർണ്ണതയുടെ 7 സുന്ദര വാഗ്ദാനങ്ങൾ ദൈവം നൽകിയത്, സ്വർഗ കവാടം കാണുവാൻ, സ്വർഗം കാണുവാൻ യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം, പ്രിയപ്പെട്ടവരെ, എൻ്റെ പരാജയത്തിൽ, എൻ്റെ വേദനയിൽ എനിക്കൊരു ഭൂതകാലമുണ്ടെങ്കിൽ, പരാജയത്തിന്റെ നൊമ്പരത്തിന്റെ കയത്തിലൂടെ കഴിഞ്ഞു പോകുന്ന ഒരു ഭൂതകാലം എന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പൂർവ്വപിതാവായ യാക്കോബിനോട് ചേർന്ന് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിന് ഒരു പുത്തൻ ഉണർവ് നൽകുവാൻ, ഒരു ദർശനം നൽകുവാൻ ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ വേദനകള്, നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ നമ്മൾ വേറിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖഭാരങ്ങളെയും, നമ്മളെ അലട്ടുന്ന എല്ലാ പരാജയത്തിന്റെ ഭീതികളെയും, എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഈ രാത്രിയിൽ ദൈവപിതാവിന്റെ സന്നിധിയിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കാം. പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ തളർന്ന് വീണവനാണ്, ഇനി എഴുന്നേൽക്കുവാൻ സാധിക്കുകയില്ല എന്ന്, ഒരിക്കൽ പോലും എഴുന്നേൽക്കുവാൻ സാധിക്കുകയില്ല എന്ന് ദൈവത്തിൽ നിന്ന് ഓടിയൊളിക്കുവാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളവനാണ്. എനിക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. യാക്കോബിനെ പോലെ പരാജയത്തിന്റെ കയ്പ് ഞാൻ ഒത്തിരിയേറെ തവണ കുടിച്ചിട്ടുണ്ട്. എനിക്കൊരു ഉത്ഥാനമില്ല, എനിക്കൊരു അനുഗ്രഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിതപിച്ച അനേക രാത്രികൾ എനിക്കുണ്ട്. കണ്ണുനീരിന്റെ അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിറയുവാനായി ആഗ്രഹിച്ചുകൊണ്ട്, ഓ പിതാവേ, ആത്മാവിനെ എന്നിലേക്ക് വർഷിക്കണമേ. ആത്മാവിന് ദാഹം എനിക്ക് നൽകണമേ, നിറവ് നൽകണമേ, എന്നെ അനുഗ്രഹമാക്കി ഉയർത്തണമേ. പൂർവ്വപിതാവായ യാക്കോബിനെ ഉയർത്തിയതുപോലെ എന്നെ അനുഗ്രഹമാക്കി ഉയർത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി, സ്വരമുയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാമത്തോടെ പ്രാർത്ഥിക്കുക. എന്റെ എല്ലാ കുറവുകളെയും, എന്റെ എല്ലാ പ്രതിസന്ധികളെയും, എന്റെ എല്ലാ വേദനകളെയും സമർപ്പിച്ചുകൊണ്ട് യാക്കോബിന് ലഭിച്ച അനുഗ്രഹം ഈ രാത്രിയിൽ എനിക്ക് ലഭിക്കുവാൻ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങൾ നിറയണമേ. ഹല്ലേലൂയ, താളത്തിൽ കരങ്ങളടിച്ച് സന്തോഷത്തോടെ ആത്മാവിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കരമടിച്ച് ജീവനോടെ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിനാവുകൾ എന്മേൽ പതിയണമേ. അഗ്നിനാവുകൾ എന്മേൽ പതിയണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിനാവുകൾ എന്മേൽ പതിയണമേ, അഗ്നിനാവുകൾ എന്മേൽ പതിയണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. എല്ലാ തിന്മകളുടെ ശക്തികളെ ജയിക്കുവാൻ, അവക്കെതിരെ പോരാടുവാൻ, യേശു നാമത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങൾ വന്ന് നിറയണമേ. ഓ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാ തിന്മകളെയും എതിർത്ത് തോൽപ്പിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. കരങ്ങളടിച്ച് ആനന്ദത്തോടെ ആത്മാവേ വരണമേ. നാമത്തോടെ പ്രാർത്ഥിക്കാം.
ശക്തികൾ നിറയ്ക്കും വണ്ണം യേശുനാമത്തെ ജനതയ്ക്ക് വെളിപ്പെടുത്താം. തിന്മതൻ ശക്തികൾ നിറയ്ക്കും വണ്ണം യേശുനാമത്തെ ജനതയ്ക്ക് വെളിപ്പെടുത്താം. തീയിൽ ചുള്ളി കത്തും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. തീയിൽ ചുള്ളി കത്തും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ഇസ്രായേൽ ജനത്തിന്റെ വിടുതലായി മോശയെ അങ്ങ് ഉയർത്തിയതുപോലെ, ഉൾപ്പടപ്പിൽ ദൈവത്തിന്റെ സാന്നിധ്യം മോശയ്ക്ക് നൽകിയതുപോലെ, ഈ രാത്രിയിൽ ഓ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേലിൻ ജനത്തിന്റെ വിടുതലിനായി പണ്ട് മോശമേല തീ പകർന്നു കൊടുത്തവനെ, ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനായി പണ്ട് മോശമേൽ തീ പകർന്നു കൊടുത്തവനേ, തീയിൽ മുൾപ്പടപ്പ് കത്തും പോലെ ഇറങ്ങണമേ. ആ തീയിൽ നിന്നും എന്നെയും നീ വിളിക്കണമേ. തീയിൽ മുൾപ്പടർപ്പ് കത്തും പോലെ ഇറങ്ങണമേ, ആ തീയിൽ നിന്നും എന്നെയും നീ വിളിക്കണമേ. ആത്മാവേ കനിയണമേ, അടുത്തതോടെ അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. തിന്മതൻ ശക്തികൾ നിറയ്ക്കും വണ്ണം യേശുനാമത്തെ ജനതയ്ക്ക് വെളിപ്പെടുത്താം. തിന്മതൻ ശക്തികൾ നിറയ്ക്കും വണ്ണം യേശുനാമത്തെ ജനതയ്ക്ക് വെളിപ്പെടുത്താം. തീയിൽ ചുള്ളി കത്തും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. തീയിൽ ചുള്ളി കത്തും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. തീയിൽ ചുള്ളി കത്തും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. തീയിൽ ചുള്ളി കത്തും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. തീയിൽ ചുള്ളി കത്തും പോലെ നീ ഇറങ്ങണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സർവ്വശക്തി, സർവ്വശക്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയണമേ. ആത്മാവേ ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിറയട്ടെ, നിറയട്ടെ, ആത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആത്മാവിനെ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആത്മാവേ ഹല്ലേലൂയ, 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 ഹല, 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 ഹല. യേശുവേ, 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 യേശുവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ശാന്തമായി നമുക്ക് ആത്മാവിനെ നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറയാം. ശാന്തമായി നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് ശാന്തമായി നമുക്കായിരിക്കാം. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറസാന്നിധ്യം പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ തീയിൽ ചുള്ളികത്തും പോലെ എന്നെ നീ ഇറങ്ങണമേ, തീ ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നെ തീയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം.
വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ എന്ന് പ്രാർത്ഥിക്കാം.